എത്ര പല്ല് വന്നു നിനക്ക്? ഒന്ന് രണ്ട് ഇതെങ്ങനെ 2025 അന്ന് നല്ല വൃത്തിയും നല്ല തിരക്കില്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ഫുള്ളായിട്ടൊരു ഔട്ടിങ്ങിൽ പോവാണ്. ഔട്ടിങ്ങിന് പോകാൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്ന നാട്ടിൽ നിന്ന് നിഷാന്തിൻ്റെ വലിയച്ഛനും വലിയമ്മയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൽ പോവാണ്. ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ് അവർ നമ്മുടെ ഡൽഹിയിലുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നാട്ടിലോട്ട് പോവാണ്. 5 ദിവസത്തേന് മാത്രം വന്നിട്ടുള്ള 2 ആൾക്കാരാണ് അവർ. അത്യാവശ്യം മാക്സിമം ഇവിടെയൊക്കെ കറക്കാൻ പറ്റുമോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിൽ പോയി. ഇന്ത്യ ഗേറ്റ് കാണിക്കാതെ എങ്ങനെയല്ല ഡൽഹിയിൽ നിന്ന് വിട്ടു പോകുന്നത്. നമ്മളെല്ലാവരും റെഡിയായി 6 മണി 6:30 ആയപ്പോൾ റെഡിയായി ഓഫീസ് ടൈമിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോകണം. പിന്നെ നിശാന്തൊക്കെ വണ്ടി എടുത്ത് ഇവിടെ നമ്മൾ നിർത്തിയേക്കണം. കാരണം വലിയച്ഛനും വലിയമ്മയും അമ്പലം വരെ പോയിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ മഴയത്താണ് നമ്മൾ ഇന്ത്യ ഗേറ്റിൽ പോയത്. അപ്പം നല്ലൊരു വെതറായിരുന്നു ആ ഒരു ദിവസം. എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഡൽഹി എങ്ങനെയുണ്ടെന്ന് പറ ഞാൻ ഇടും. പിന്നെ അതിനകത്ത് അയച്ചു തരാം കുടുംബത്തിൽ. അത് ഡൽഹിയെ കുറിച്ച് പറ. ഞാൻ പറയണില്ല. സുന്ദരിയായിട്ടുണ്ട് നോക്ക്. ഡൽഹി തല്ലാണ്, പക്ഷെ സ്മെല്ല് വരാതിരുന്ന ഡൽഹി സിറ്റിയൊക്കെ കൊള്ളാം. സിറ്റി ഒക്കെ നമ്മൾ ആദ്യം എന്തോ ഒരു സ്ഥലം ഹലോ വെളിച്ചം പറയാം. വെളിച്ചം ഡൽഹിനെ കുറിച്ച് പറ. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നു. ഡൽഹിനെ കുറിച്ച് പറ. ഡൽഹിയെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും മോശമായ ഒരു പറ മോശമായ സ്ഥലം. മോശമായ സ്ഥലം 82-ലും 84-ലും ഞാൻ കണ്ട ഡൽഹി അല്ല. ഇപ്പൊ 2025-ല് അന്ന് നല്ല വൃത്തിയും നല്ല തിരക്കും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പം പൊല്യൂഷനും ഇല്ലായിരുന്നു. ഇപ്പൊ പൊല്യൂഷൻ, ഏറ്റവും വലിയ പൊല്യൂഷൻ ഡൽഹിയിലാണ്. ആളുകളാണെങ്കിൽ എന്റെ കൂടെ വന്ന എന്റെ വൈഫിന് ഛർദിച്ചില്ല എന്നേ ഉള്ളു അവളുടെ ജീവിതത്തില്. നാളെ ന്യൂസ് റിപ്പോർട്ടർ വിളിക്കും വെളിച്ചനെ. ന്യൂസുകാർ വിളിക്കും നാളെ. ഗാജിപുരെ കുറിച്ചൊന്നും പറയണ്ട. ഗാജിപുർ പിന്നെയും കൊള്ളാം. ആദ്യത്തെ ആളാണ് പറയുന്നത്. വെള്ളം എടുത്തില്ല. നമ്മള് താമസിക്കുമ്പോ നമ്മളെ എവിടെ കുറച്ച് പോയിട്ട് പറയണ്ടേ? അയ്യോ. അങ്ങനെ നമ്മൾ മഴയത്ത് ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്ന ഗൈസ്. അപ്പം വേദു എന്താണെന്നറിയത്തില്ല, വണ്ടി കയറി കഴിഞ്ഞ ഉടനെ അങ്ങ് ഉറങ്ങും. എനിക്കൊന്ന് എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലേ. അപ്പം ഇവനെ നമ്മൾ സ്വെറ്റ് ഷർട്ടൊക്കെ ഇടിപ്പിച്ചു. കാരണം അന്ന് മഴയുണ്ടായിരുന്നു, പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ സ്വെറ്റ് ഷർട്ടൊക്കെ ഇടിപ്പിക്കാൻ, ലൈറ്റ് തണുപ്പുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തിയിട്ട് നമ്മൾ വലിയമ്മ വിളിച്ചിനോട് പറയണത് ഇന്ത്യ ഗേറ്റ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഭാഗത്ത് നമ്മൾ ബാരിക്കേഡ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം ഇത് കണ്ടില്ലേ, ഒത്തിരി ആൾക്കാരൊന്നുമില്ല. പാർക്കിംഗ് ഒക്കെ നമുക്ക് ഈസിലി കിട്ടി. ആൾക്കാരൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. നമുക്ക് മൊമെൻറ്റ്സ് ഒക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണമായിരുന്നു. അപ്പം വേദു കണ്ടില്ല, ഉറങ്ങി അവൻ. കാരണം എനിക്ക് അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ
പറ്റത്തില്ല, കാരണം എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അപ്പൂപ്പനാണ് എടുത്തേക്കുന്നത്. വെല്ലിച്ചിനെ കണ്ടില്ലേ തലയിലൊക്കെ തുണിയിട്ടിട്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ 5 ദിവസത്തേക്കിനായിരുന്നു വന്നത്. പക്ഷേ ഈ 5 ദിവസം ഇവർക്ക് കോൾഡ് പിടിച്ച്, വെല്ലിച്ചിന് കോൾഡ് പിടിച്ച്, വെല്ലിമ്മയ്ക്ക് ചുമയൊക്കെ ആയത് വെല്ലിമ്മച്ച ഷോളൊക്കെ എടുത്ത് നടക്കുന്നത്. അപ്പം വെല്ലിമ്മയ്ക്കും നല്ല ചുമയും തണുപ്പൊക്കെ അടിച്ചായിരുന്നു ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ഓൾറെഡി ഷോളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ഒരു എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ രാത്രിയിലത്തെ സമയം തിരക്കൊന്നും അധികമില്ല, ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് മൊമെൻറ്റ്സ് ഒക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടക്കുവാണ്. ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുവാണ്. അപ്പം നടന്നെത്തി നമ്മൾ അവിടെ വരെ പോകണ്ടേ. അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഫുൾ സ്റ്റോൾസ് ആണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞാൽ അത്ര ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ എന്താ പറയുക, സ്വീറ്റ് കോൺ ഉണ്ട്, ചായ ഉണ്ട്, ഭേൽപുരി ഉണ്ട്, ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ. നിങ്ങൾ ഇത് കണ്ട ഈ വൈറ്റ് ബസ്, ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബസ്സാണ്. ഈ അവസാനം ഇരിക്കുന്ന ബൂമറാണ് കേട്ടോ. എനിക്കറിയത്തില്ല, നിഷാന്താണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പം ഈ ബസ്സും കൂടെ വന്നായിരുന്നു. അപ്പം നിഷാന്ത് എന്നോട് പറഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. അപ്പം ഞാൻ നോക്കി കേട്ടോ, ശരിക്കും നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അത്. കാരണം അവരുടെ ലൈറ്റൊക്കെ അകത്ത് ഓഫ് ചെയ്യുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നിഷാന്ത് മനസ്സിലായി ആരാന്ന്. അപ്പം അത് കണ്ട് ഇങ്ങോട്ട് കുറച്ചും കൂടെ നടക്കാനുണ്ട് കേട്ടോ. അപ്പം അവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരും, ഇങ്ങനെ ആൾക്കാർ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിലേ കൂടെ പോകണം, ആ സൈഡിലോട്ട്. അപ്പം നമ്മൾ ഈ അണ്ടർ പാസ് വഴി പോവാണ് കേട്ടോ. ലൈറ്റ് വീട്ടിൽ പിടിപ്പിച്ചാലോ? ഇങ്ങനത്തെ ലൈറ്റ് വീട്ടിൽ പിടിപ്പിച്ചാലോ? നല്ല വിളിച്ചോണ്ട് ഉൾട്ട ഫെലോസ് ചിഞ്ചു അതിന് നിന്റെ ചിഞ്ചു ഓടാൻ പിടിച്ചു. പക്ഷെ ഒരു കാര്യം പറ്റി, ചിഞ്ചു ഒറിജിനൽ എവിടെ ലൈറ്റ് വേണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ കുറച്ചൊക്കെ കറങ്ങി. പിന്നെ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ വന്ന്, കാരണം നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന്, കാരണം മെയിൻ നമുക്ക് വെല്ലിച്ചിനും വെല്ലിമ്മയ്ക്കും ഇരുത്തി അവിടെ ഫോട്ടോ എടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് തിരക്കായിരുന്നു, കാരണം കുറച്ച് ആൾക്കാർ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ വെയിറ്റിംഗ് ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കേട്ടോ. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ശരവണ ഭവനിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശരവണ ഭവനിൽ പോകണം. കാരണം കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. അപ്പം നിഷാന്ത് പറഞ്ഞു നമുക്ക് ശരവണ ഭവനിൽ പോകാൻ. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ്, രാത്രിയിൽ സ്പെഷ്യലി. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല, പക്ഷെ ഞാൻ എല്ലാ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത്. ഇവിടെ ഗോൾഗപ്പയും സ്വീറ്റ് കോൺ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി, ശരവണ ഭവനിലെത്തി. ഇവിടെ വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ അച്ഛനും അമ്മയും നേരത്തെ അവിടെ പോയി സീറ്റ് ബുക്ക് ചെയ്ത് അവരവിടെ ഇരിക്കുവാണ് കേട്ടോ. നമ്മളിവന് ആഹാരമൊക്കെ കൊടുത്താണ് പോകുന്നത്. ഞാൻ മുമ്പോട്ട് അങ്ങ് പോവുകയാണ്, കാരണം ഞാൻ നിഷാന്തിൻ്റെ കൂടെ പോകുമ്പോൾ മുമ്പോട്ടും പിമ്പോട്ടും ഒന്നും നോക്കാറില്ല, നേരെ അങ്ങ് പോകും. അപ്പോൾ നമ്മളിതാ അകത്ത് കയറി.
കോഫി കുടിക്കില്ല ഏതോ ഇവിടെ വന്ന് കോഫി ഇല്ല കുടിക്കില്ല ചായ ചെയ്ത് കാണിച്ചേ വേദു 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 അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് പൂരി മസാലയാണ്, പിന്നെ നിഷാന്ത് പൊടി ഇഡ്ഡലി വാങ്ങിച്ചു. കൂടുതൽ പൂരി മസാലയാണ് നമ്മൾ വാങ്ങിച്ചത്. ഞാൻ പൂരി മസാല അല്ല കേട്ടോ, ഇത് പിന്നെ വട വാങ്ങിച്ചായിരുന്നു നമ്മൾ 2 പ്ലേറ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് മിനി ടിഫിനാണ്. എനിക്ക് അവിടെ ചെന്നാൽ മിനി ടിഫിനാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ മസാല ദോശ. പക്ഷെ മസാല ദോശ എനിക്ക് ഒരാളങ്ങാണ്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്ത് മിനി ടിഫിനായിരുന്നു. മിനി ടിഫിനിൽ എല്ലാം കിട്ടും കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് മിനി ടിഫിൻ വന്നത്. അപ്പം എൻ്റെ മിനി ടിഫിനിൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ദോശ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലികളില്ലേ അതുണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു, പിന്നെ പൊങ്കൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു എക്സ്ട്രാ കറികളൊക്കെ തരുമല്ലോ, സാമ്പാർ, ചട്നി, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കഴിച്ചു. അപ്പം വേദുവിന് ഞാൻ കുറച്ച് ദോശ കൊടുത്ത്, കാരണം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദോശ അതിനകത്തുനിന്ന് പിച്ചി കൊടുത്ത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ഒന്നും കൊടുത്തില്ല, ദോശ മാത്രം പിച്ചി കൊടുത്ത്. അപ്പോൾ അവൻ എൻ്റെ ക്യാമറയിലോട്ട് നോക്കുവാണ് കേട്ടോ. അപ്പം അവിടെ ഡിസൈഡ് ചെയ്യുക ഇനി എന്തൊക്കെ വേണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ആഹാരം കഴിക്കുമായിരുന്നു. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്, എനിക്ക് പാവം തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ദോശ എടുത്ത് കൊടുത്തേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നേക്കോട്ടെ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുവാണ്. ടാറ്റ ബൈ ബൈ, സീ യു.